ശ്രീ കുമ്മനം രാജേഷനെ അധ്യക്ഷ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അവറുകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന സമാരാധ്യരായിട്ടുള്ള നേതാക്കൾ, ഈ സദസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, ഗുരുജനങ്ങൾ, എല്ലാവർക്കും എൻ്റെ വളരെ വിനീതമായ ഈ തെരഞ്ഞെടുപ്പിന് അധികം നാളുകളില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനകരമായൊരു മുഹൂർത്തമാണ്. നമ്മുടെ നാടിൻ്റെ ഭരണത്തലവൻ നമ്മുടെ ഈ പ്രദേശത്ത് കാലുകുത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാദസ്പർശമേറ്റതോടെ നാട്ടിൽ സമഗ്രമായ സമൂലമായ ഒരു പരിവർത്തനം ഉണ്ടാവുകയാണ്. ഇത് കേരള രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാണ്. നാളിതുവരെ നമ്മുടെ നാട് ഭരിച്ച LDFും UDFും കേരള രാഷ്ട്രീയത്തിൽ മറ്റൊരു ശക്തിക്ക് വഴിമാറുകയാണ്. നാട് കടം കയറി മുടിയുമ്പോൾ ഒരു പ്രത്യാശയുടെ തുരുത്ത് ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ കാണുകയാണ്. അത് NDA ആണ്. കേന്ദ്രത്തിൽ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രധാനമന്ത്രി കരുത്തുറ്റ മികവുറ്റ ഭരണം നടത്തുമ്പോൾ ആ ഭരണത്തിൻ്റെ ഗുണഫലങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിക്കണം. വാസ്തവത്തിൽ LDFും UDFും സർക്കാരുകളെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കാതെ അഴിമതിയും ക്രമക്കേടും വെട്ടിപ്പും തട്ടിപ്പും നടത്തി സ്വന്തം സ്വാർത്ഥലാഭങ്ങൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു. ആദർശ രാഷ്ട്രീയം നമുക്ക് നഷ്ടപ്പെട്ടു. നമുക്ക് വീണ്ടെടുക്കണം. ആദർശ രാഷ്ട്രീയം, തത്വാധിഷ്ഠിത രാഷ്ട്രീയം, സർഗാത്മക രാഷ്ട്രീയം നമുക്കിത് ആവശ്യമാണ്. ഇവിടെ ഓരോ മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കുകയും അവരെ കുത്തിയിളക്കി വർഗീയ വിദ്വേഷമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ SDPയെയും PDPയും അതുപോലുള്ള വർഗീയ വിധ്വംസക ശക്തികൾ നമ്മുടെ നാട്ടിൽ അരങ്ങ് തകർക്കുമ്പോൾ LDFും UDFും അവരോടൊപ്പമാണ്. LDFും UDFും NDAയാണ് വർഗീയത വളർത്തുന്നത് എന്ന് പ്രചരിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് അവർ വോട്ട് പിടിക്കുന്നത് അത് വെച്ചാണ്. നമുക്കറിയാം, കേരള രാഷ്ട്രീയത്തിൽ അവർ വികസനോന്മുഖമായ പദ്ധതികളെക്കുറിച്ചല്ല ചർച്ച ചെയ്തത്. അടുത്ത കാലത്ത് BD സതീശൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചു. സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു സംവാദത്തിന് തയ്യാറെന്ന് പറഞ്ഞു. പക്ഷേ എന്ത് സംഭവിച്ചു? സംവാദവും നടന്നില്ല, ഒന്നും നടന്നില്ല. കേരള രാഷ്ട്രീയത്തിൽ വിഷയങ്ങൾ ഒരു പ്രാധാന്യവുമില്ലാത്ത വിഷയങ്ങൾ എടുത്തിട്ട് വികസനം ചർച്ച ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഡീലിൻ്റെ വിഷയം സംസാരിക്കുകയാണ്. ഇന്ന് ഡീല് എന്ന് പറഞ്ഞ് BJP NDA കോൺഗ്രസുമായി ഡീലെന്നൊരു കൂട്ടർ പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ഡീലെന്നൊരു കൂട്ടർ പറയും. ഇതൊക്കെ എന്തുകൊണ്ടാണ്? ഈ കേരളത്തിൽ UDFും LDFും ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്ത കൊടും ക്രൂരതകളും ചതിയും വഞ്ചനയും കബളിപ്പിക്കലും ഒന്നും ആരും അറിയാതിരിക്കണം. അതിനുവേണ്ടി വിഷയങ്ങൾ മാറ്റുകയാണ്. പക്ഷേ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, അദ്ദേഹം എപ്പോഴും പറയുന്നത് വികസനത്തെക്കുറിച്ചാണ്, വികസിത കേരളത്തെക്കുറിച്ചാണ്. കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് വികസിത കേരളം എന്നുള്ളതാണ്. അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. വികസിത കേരളത്തിന് കേരളത്തിലെ ജനങ്ങൾ എല്ലാം മറന്ന് പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെമ്പാടും വിപുലമായ ആവേശകരമായ സ്വീകരണം NDA സ്ഥാനാർത്ഥികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിവിടെ കൂടിയിരിക്കുന്ന ബഹുജന മഹാസാഗരം ഒന്ന് നോക്കുക. ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയത്തിൽ വലിയൊരു പരിവർത്തനം സംഭവിക്കുന്നു, വഴിത്തിരിവുണ്ടാകുന്നു. ഏതായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും അതുപോലെ തന്നെ
അനുകൂലാത്മകമായിട്ടുള്ള വഴിത്തിരിവുകളും എല്ലാം കണ്ടുകൊണ്ട് NDA ഈ നാട്ടിലെ ജനഹൃദയങ്ങളിൽ മുന്നേറുകയാണ്. അതിൻ്റെ ഒരു തുടക്കം ഇന്ന് പലയിടത്തും കണ്ടുകഴിഞ്ഞു. ഈ ജനപിന്തുണയും നമുക്ക് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ആശ്വാസപ്രദമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്തേ.